വാർത്തകളിലേക്ക്. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ വൈകുന്നുവെന്ന് സൂചന. സൈനിക പിന്മാറ്റം സംബന്ധിച്ചും ബഫർ സോൺ വിഷയത്തിലും അഭിപ്രായ ഭിന്നത തുടരുകയാണ്. ബന്ദികളുടെ മോചനം സംബന്ധിച്ച ഇസ്രായേലിന്റെ നിലപാടുകളെ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിട്ടുമില്ല. ഖത്തർ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ മാനദണ്ഡങ്ങൾ ഹമാസ് തള്ളിയതായാണ് സൂചന. തുറന്ന ചർച്ചകൾക്ക് ഇസ്രയേൽ സന്നദ്ധത അറിയിച്ചെങ്കിലും ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഗാസയിൽ വിന്യസിച്ച ഇസ്രയേൽ സൈനിക വിഭാഗങ്ങളെ പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് തർക്കങ്ങൾ തുടരുന്നത്. സേനാ പിന്മാറ്റം സംബന്ധിച്ച് ഇസ്രയേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. റാഫ അതിർത്തിയിൽ ഉൾപ്പെടെ 3 കിലോമീറ്ററോളം ബഫർ സോൺ വേണമെന്ന നിർദ്ദേശമാണ് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത്. 700 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ ബഫർ സോൺ ആകാമെന്ന നിലപാടാണ് ഹമാസിന്. കസ്റ്റഡിയിലുള്ള ബന്ദികളിൽ ജീവിച്ചിരിക്കുന്ന 10 പേരെയും 18 മരിച്ചവരുടെയും മൃതദേഹങ്ങളും 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ വിട്ടു നൽകാം എന്നാണ് ഹമാസ് അറിയിക്കുന്നത്. മുഴുവൻ ബന്ദികളുടെയും മോചനം നടപ്പാക്കണം എന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. ഹമാസിന്റെ നിലപാടുകൾ വെടിനിർത്തൽ സാധ്യതയെ ബഹുദൂരം പിന്നോട്ടടിക്കുന്നുവെന്ന് മധ്യസ്ഥർ അനൗദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിശദാംശങ്ങൾ. തീർച്ചയായും ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നതിന് ചില കാലതാമസം ഉണ്ടാകുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും ബന്ദികളുടെ മോചനം തന്നെയാണ് വലിയൊരു വിഷയമായി ഉയർന്നു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50ഓളം ബന്ദികളുടെ മോചനമാണ് ഇനി നടക്കാനുള്ളത്. 49, കൃത്യമായി പറഞ്ഞാൽ 49 ബന്ദികളുടെ മോചനമാണ് നടക്കാനിരിക്കുന്നത്. ഈ 49 പേരിൽ 24 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നും 25ഓളം പേർ മരിച്ചുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ മരിച്ചവരുടെ മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കുകയും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരെ മോചിപ്പിക്കുകയും ചെയ്യുക എന്ന കൃത്യമായ നിലപാടാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതെന്ന നിലപാടാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടല്ല ഹമാസ് സ്വീകരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമേറിയ ഒരു വിഷയം. 18 മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനും 10 ബന്ദികളുടെ മോചനം സാധ്യമാക്കാനും ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ തയ്യാറാണ് എന്നാണ് ഹമാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അത് സ്വീകാര്യമല്ല എന്ന നിലപാടാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരു സങ്കീർണാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം നേരത്തെ പറഞ്ഞതുപോലെ ഗാസയിലെ വിവിധ ഇടങ്ങളിലെ സേനാ പിന്മാറ്റം സംബന്ധിച്ചാണ്. വിവിധ ഇടങ്ങളിൽ, അതായത് വടക്കൻ ഗാസയിലും മധ്യ ഗാസയിലും എല്ലാം തന്നെ വൻതോതിൽ സേനാ വിന്യാസം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ഇസ്രായേലിന്റെ സേന വിന്യസിക്കപ്പെട്ടത് പിൻവലിക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ഹമാസിന്റെ ആവശ്യമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ടെന്നും മാത്രമല്ല റഫ അതിർത്തിയിൽ ഉൾപ്പെടെ 3 കിലോമീറ്ററോളം ബഫർ സോൺ, അതായത് അതിർത്തികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും 3 കിലോമീറ്റർ ബഫർ സോൺ വേണമെന്നൊരു നിലപാട് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഒക്ടോബർ 7 ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് ബഫർ സോൺ അനിവാര്യമാണ് എന്ന ഒരു സൂചന തന്നെയാണ് ഇതിൽ നിന്നും ഇസ്രായേൽ നൽകുകയും ചെയ്യുന്നത്. എന്നാൽ അതിന് തയ്യാറല്ല. 700 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെയുള്ള ബഫർ സോണുകൾ സാധ്യമാക്കാമെന്നൊരു നിലപാടാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇസ്രായേൽ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിലും ഹമാസ് ഇക്കാര്യം അംഗീകരിക്കുന്നില്ല എന്നൊരു പ്രശ്നവും ഉയർന്നു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ ഇനിയും വൈകിയേക്കുമെന്ന ചില സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന നിർദ്ദേശം ട്രംപാണ് മുന്നോട്ട് വെച്ചത്. അത് കൃത്യമായി നടപ്പാക്കിയില്ലെങ്കിൽ ഹമാസ് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന സൂചനയും ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ വൈകുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിഖിൽ.